ഹലോ നമസ്കാരമുണ്ട്. നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? വെളൂരി വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു മീൻകറി, പച്ച തേങ്ങയൊക്കെ അരച്ചിട്ട് ഒരു അടിപൊളി മീൻകറി കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ്. എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടേ തക്കാളിയും പച്ചമുളക് കേട്ടോ മെയിനായിട്ട്. പിന്നെ നമുക്ക് പച്ച തേങ്ങയും അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും, നമുക്ക് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി ഇടാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി 2-3 കഷ്ണാക്കിയിട്ട് അതും. പിന്നെ നമ്മൾ പുളി, നമ്മുടെ വാളംപുളി ഇല്ലേ, നല്ല പുളിയുള്ള പുളി വേണം, അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പച്ചമുളകും തക്കാളിയും നല്ല വെട്ടിയിട്ടുണ്ട്. നമ്മൾ വെട്ടി നല്ല അരിഞ്ഞിട്ട് ഇതേമാതിരി ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അതും കൂടെ ഇതിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ച പുളിയല്ലേ, ആ പുളി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് നല്ല ഞെരടിയിട്ട് തക്കാളിയൊക്കെ ഒന്നുകൊണ്ട് ഞെരടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ചു. നമുക്കിനി ഒന്ന് നല്ല തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച് വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളെ കഴുകി വെച്ചിരുന്ന ആ വെളുവരി മീനില്ലേ അത് നമുക്ക് ഇതിലിട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഇതിനധികം വെവൊന്നുമില്ല, ഒന്നും കൂടെ തിളച്ചിട്ട് ഒരു കുറച്ച് നേരം തിളച്ചാൽ മതി. ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും അത് റെഡി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ. അപ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് ഉലുവ ഇടുക. പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇല്ലേ അത് നമ്മൾ വെട്ടിയിട്ട് അതിലിടുക. പിന്നെ ഇതിന് നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻകറിക്ക് ഒരു കളർ വേണമല്ലോ. അപ്പോൾ നമ്മളായിരിക്കും എന്ത് ചെയ്യണം, കുറച്ച് കരിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. മുളക് പൊടി ഇടുമ്പോഴാണ് ആ മീൻകറിക്ക് നല്ലൊരു കളറൊക്കെ വരും. അപ്പോൾ നമ്മൾ മീൻകറി ഇതും കൂടി ഇതാക്കിയിട്ട് നമ്മളെ കറിയിലേക്ക് ഇതൊഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്ത് രസം കാണാൻ നോക്കി. നമ്മുടെ വെള്ളൂരി മീനൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ആ ഉപ്പും പുളിയൊക്കെ അരി പിടിച്ചപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. Thank you.